മരിച്ചവർ ഉയർക്കത്തില്ല എന്നാരാ പറഞ്ഞേ? മരിച്ചവർ ഉയർക്കുമെന്ന് ബൈബിൾ പറയുന്നുണ്ടെങ്കിൽ വരും നാളുകളിൽ കാത്തുനിന്നു. ഉയർക്കത്തില്ലെന്ന് അപമാനിക്കുന്നവരും നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും ഉണ്ടെങ്കിൽ വരും കാലങ്ങളിൽ കാത്തുനിന്നു. ചങ്കൂറ്റമുള്ള നിറമുള്ള ഒരു കൂട്ടം ആളുകളെ കർത്താവ് എഴുന്നേൽപ്പിക്കും. എന്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മരിച്ചവർ ഉയർത്തില്ല, എന്തുകൊണ്ട് മരിച്ചവരെ ഉയർപ്പിച്ചില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവർ കണ്ണു തുറന്ന് കാണത്തക്ക നിലയിൽ അനവധി ആളുകൾ ഉയർത്തെഴുന്നേൽക്കും. അത് വചനം പറയുന്നതാണെങ്കിൽ, അത് യേശു ചെയ്തതാണെങ്കിൽ, അത് യേശുവിന്റെ ഭക്തന്മാര് ചെയ്തതാണെങ്കിൽ, അങ്ങനെ ഒരു മിനിസ്ട്രി ഉണ്ടെന്ന് തെളിയിക്കേണ്ടതിനാ പരിഹസിക്കുന്നവരുടെ നടുവിൽ അടുത്തത് ഉണർവിന്റെ ഭാഗമായി അത് നടക്കുവാൻ പോവുകയാണ്. അങ്ങനെ ഒരു മിനിസ്ട്രി ഉണ്ടെന്ന, അങ്ങനെ ദൈവവചനത്തിൽ സംഭവിച്ചെന്ന, അങ്ങനെ യേശു കർത്താവ് ഇനിയും ചെയ്യുമെന്ന അടുത്തൊരു തലമുറ പരിഹസിച്ച ഒരു കൂട്ടം ആളുകൾ കാണത്തക്ക നിലയിൽ ഒന്നല്ല അനവധി എണ്ണത്തെ യേശു ഉയർപ്പിക്കുവാൻ പോവുകയാണ്. ഇടത്തും വലത്തും നോക്കാതെ ചങ്കൂറ്റത്തോടെ നിൽക്കുന്ന ദാവീദുമാരെ പോലെ ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കും. ചേട്ടന്മാര് പോലും പരിഹസിച്ചിട്ട് പുറകോട്ട് കാലി വയ്ക്കാത്ത ദാവീദ്, അഭിഷേകം വീണവന്റെ മേൽ ചങ്കൂറ്റമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ എഴുന്നേൽക്കാൻ പോവുകയാണ്. കളിയാക്കുന്ന ചേട്ടന്മാർ ദാവീദിനെ കളിയാക്കിക്കൊണ്ടിരിക്കും, പരിഹസിക്കുന്നവർ പരിഹസിച്ചുകൊണ്ടിരിക്കും, കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, നിന്ദിക്കുന്നവർ നിന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാവീദ് തന്റെ കയ്യിലിരിക്കുന്ന കല്ലുകൊണ്ട് ഒറ്റയേറ് ഗോലിയാത്ത് നിലത്ത് വീണു. കുറ്റം പറച്ചിന് കൊണ്ട് ഗോലിയാത്ത് വീഴത്തില്ല, അപമാനിക്കുന്നത് കൊണ്ട് ഗോലിയാത്ത് വീഴത്തില്ല. അതിനെ അതിജീവിച്ച് എറിയുന്നവന്റെ മുമ്പിലാണ് വീഴുന്നത്. അതിനെ അതിജീവിച്ച് അതിനെ വകവയ്ക്കാതെ ആ നിന്ദകളെയും പരിഹാസങ്ങളെയും കുറ്റം പറച്ചിലുകളെയും വകവയ്ക്കാതെ എറിയുന്നവന്റെ മുമ്പിൽ വീഴുവാൻ പോവുകയാണ്. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ ദൈവം ആഗ്രഹിക്കുന്ന വിടുതലുകൾ അവൻ നടക്കുന്നതിന് വിരോധമായി നിന്നയുടെ വാക്കുകൊണ്ട്, പരിഹാസത്തിന്റെ വാക്കുകൊണ്ട്, അപമാനങ്ങളുടെ വാക്കുകൊണ്ട് പലരെയും ഒതുക്കിയെങ്കിൽ അങ്ങനെ ഒതുങ്ങിപ്പോകാത്ത ഒരു കൂട്ടം ആളുകൾ, ചങ്കൂറ്റമുള്ള ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റ് വരുവാൻ പോവുകയാണ്. എഴുന്നേറ്റ് വരുവാൻ പോവുകയാണ്. പലരും ഒതുങ്ങിപ്പോയി. ചേട്ടന്മാരെ പേടിപ്പിക്കുന്നത് പോലെ ദാവീദിനെ പേടിപ്പിക്കാൻ നോക്കരുത്. ദാവീദിനെ പേടിപ്പിക്കാൻ നോക്കരുത്. ചേട്ടന്മാരെ പേടിപ്പിച്ചു ഗോലിയാത്തെ, നീയും കൂട്ടരും ചേട്ടന്മാരെ പേടിപ്പിച്ചു. പക്ഷേ ദാവീദ് പറയും, എന്നെ പേടിപ്പിക്കാൻ നോക്കരുത്. അങ്ങനെ പേടിക്കില്ല. കാരണം അവന്റെ മേലൊരു അഭിഷേകം വീണിട്ടുണ്ട്. അവന് വ്യക്തതയുടെ ബോധ്യമുണ്ട്. കാട്ടിൽ കിടന്ന എന്നെ തേടി വന്ന അഭിഷേകം ചെയ്ത ഒരു ദൈവമുണ്ടെന്ന്, ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയാണെന്ന്. യേശുവിന്റെ നാമത്തിൽ അവൻ ഗോലിയാത്ത് നിന്ന് ദാവീദിന്റെ ചേട്ടന്മാരെ പേടിപ്പിക്കുക. അവൻ കേറിവാടാ, ധൈര്യമുള്ളവരുടെ കേറിവാടാ, ഇന്നലകളിൽ പലതിനെ ഒതുക്കി, നിന്നെ ഒതുക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ദാവീദ് പറയും, ചേട്ടന്മാരെ പേടിപ്പിച്ചതുപോലെ എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ. നീ എന്തെല്ലാം പരിഹസിച്ചാലും, നീ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും കേറി വരും ഗോലിയാത്തെ. നിന്റെ നേരെ ചങ്കൂറ്റത്തോടെ കേറി വരും. എന്റെ കയ്യിലാണ് ജയം. ഞാൻ വരുന്നത് പരാജയപ്പെടുവാൻ വേണ്ടിയല്ല. ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയാകയാൽ വാള് വേണ്ട, പരിച വേണ്ട, സൈന്യബലം വേണ്ട, ആയുധബലം വേണ്ട. എന്റെ കയ്യിലിരിക്കുന്ന ഒരു കല്ല് മതി. അഭിഷേകം എന്റെ മേലുള്ളത് കൊണ്ട് മല്ലനായ ഗോലിയാത്ത് വീണിരിക്കുമെന്ന് ദാവീദ് പ്രഖ്യാപിച്ചതുപോലെ അഭിഷേകമുള്ള നമ്മെ ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. അഭിഷേകം വീണ ഒരു കൂട്ടം ആളുകളെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഗോലിയാത്ത് വീണത് യുദ്ധം ചെയ്യാൻ അറിയാകുന്നവന്റെ മുമ്പിലല്ല. ഗോലിയാത്ത് വീണത് വാള് പിടിക്കുവാൻ അറിയാകുന്നവന്റെ മുമ്പിലല്ല.
പരിച പിടിക്കുവാൻ അറിയാവുന്നവന്റെ മുമ്പിലല്ല, പടച്ചട്ടയിട്ടോണ്ട് നിൽക്കുന്നവന്റെ മുമ്പിലല്ല, കഴിവും പ്രാപ്തിയും പൊക്കവും സൗന്ദര്യവും നല്ല മുഖവും ഉള്ളവന്റെ മുമ്പിലല്ല ഗോലിയാത്ത് വീണത്. ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും അഭിഷേകമുള്ളവന്റെ മുമ്പിലാണ് ഗോലിയാത്ത് വീണത്. മറക്കല്ലേ. സർട്ടിഫിക്കറ്റ് കൈപ്പിടിച്ചുകൊണ്ട് നിന്നാൽ ഗോലിയാത്ത് വീഴത്തില്ല. കഴിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ ഗോലിയാത്ത് വീഴത്തില്ല. യുദ്ധം ചെയ്യാൻ ഞങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെന്ന് പറഞ്ഞാൽ ഗോലിയാത്ത് വീഴത്തില്ല. ഗോലിയാത്ത് വീണത് അഭിഷേകമുള്ളവന്റെ മുമ്പിലാണെങ്കിൽ, കേരളത്തിന്റെ അകത്ത് ഒരു ഉണർവ് നടക്കുവാൻ പോകുന്നത് അഭിഷേകമുള്ളവന്റെ മുമ്പിലായിരിക്കും. കർത്താവ് അഭിഷേകം ചെയ്ത ഒരു തലമുറ എഴുന്നേൽപ്പിക്കും. ഉണർവ് നടക്കുന്നത് കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ അല്ല. ഉണർവ് നടക്കുന്നത് സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല. ഉണർവ് നടക്കുന്നത് അഭിഷേകം കൊണ്ടാണെങ്കിൽ, കഴിവും പ്രാപ്തിയില്ലാത്ത ചിലതിനെ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കും. ചില ശക്തന്മാർ ലജ്ജിക്കപ്പെട്ടു പോകും, ചില ഉന്നതന്മാർ ലജ്ജിക്കപ്പെട്ടു പോകും, ചില ജ്ഞാനികൾ ലജ്ജിക്കപ്പെട്ടു പോകും. ഭോഷന്മാരായ ചിലരെ അഭിഷേകം ചെയ്ത് കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ പോവുകയാണ്. ഭോഷന്മാരായ ചിലരെ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കുമ്പോൾ അവർ എന്തിനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. എന്തിനും തയ്യാറായിട്ട്, വേട്ടണമെങ്കിൽ വെട്ടാൻ, യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്യാൻ, പട്ടിണി കിടക്കണമെങ്കിൽ പട്ടിണി കിടക്കാൻ. കാരണം അവരിതെല്ലാം ഭാഗമായവരാണ്, അവരിതെല്ലാം പഠിച്ചവരാണ്, അവർ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് കയറി വന്നവരാണ്, അവർ ശോധനയിലൂടെ യാത്ര ചെയ്തവരാണ്. അവർക്ക് പ്രതികൂല വിഷയമല്ല, അവർക്ക് പട്ടിണി വിഷയമല്ല, അവർക്ക് ചൂടേറിയ മരുഭൂമി വിഷയമല്ല, അവർക്ക് കുന്നുകൾ കയറുന്നത് വിഷയമല്ല, അവർക്ക് ഇറക്കം ഇറങ്ങുന്നത് വിഷയമല്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഇതെല്ലാം ഞാൻ ശീലമാക്കിയിരിക്കുന്നു, ഇതെല്ലാം എനിക്ക് ശീലമാണ്. അങ്ങനെ ശീലമുള്ള ചിലരുടെ മേൽ അഭിഷേക തൈലം വീഴും. അവർ ആയുധം പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കും. അവർ കേരളത്തിന്റെ നടുവിൽ ആയുധം പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കും. കേരളത്തിൽ പരിഹസിക്കുന്നവരുടെ നടുവിൽ ആയുധം പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കും. കേരളത്തിൽ അഭിഷേകത്തെ കുറ്റം പറയുന്നവരുടെ നടുവിൽ, ശുശ്രൂഷകളെ ഒതുക്കാൻ നോക്കുന്നവരുടെ നടുവിൽ, അപമാനിക്കുന്നവരുടെ നടുവിൽ, അപവാദം പറയുന്നവരുടെ നടുവിൽ ഒരു കൂട്ടം ആളുകൾ എഴുന്നേൽക്കും. നടക്കാൻ പോവുക. കേരളത്തിൽ അങ്ങനെയൊന്ന് നടക്കാൻ പോവുക. കേരളത്തിൽ അങ്ങനെയൊന്ന് സംഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് അത് ഉറപ്പിക്കുന്നു. ചങ്കൂറ്റമുള്ള ഒരു കൂട്ടം ആളുകൾ എഴുന്നേൽക്കും.